ഏറ്റവും അവസാനം എന്ന് പറയുന്നത് എവല്യൂഷൻ എന്ന് പറയുന്നത് അത് ഒരു ബ്ലൈൻഡ് ഒരു പ്രൊസീജിയർ, ഒരു പ്രോസസ്സാണ്. ആ പ്രോസസ്സിൻ്റെ ഇടയ്ക്ക് പല സംഗതികളും നമുക്ക് കിട്ടും. അങ്ങനെ സർവൈവലിന് വേണ്ടിയിട്ട് നമുക്ക് ഈ പറയുന്ന ഒരു പാറ്റേൺ സീക്കിംഗ് ബ്രെയിൻ നമുക്ക് സിദ്ധിച്ചു, അല്ലെങ്കിൽ നമുക്ക് ഇവോൾവ് ചെയ്തു വന്നു. അതുവഴി ഉണ്ടാക്കിയ കഥകൾ ഇന്ന് നമ്മൾ മതങ്ങളായിട്ട് കൊണ്ടാടുന്നു, ഇത് കൊണ്ട് നടക്കുന്നു എന്നുള്ളതാണ് ഇതുകൊണ്ട് നമുക്ക് ഉണ്ടായിട്ടുള്ളത്. ഇതിൽ നിന്ന് എങ്ങനെ പുറത്ത് കടക്കാം എന്നുള്ളതാണ് നമ്മൾ ഇനി ചിന്തിക്കേണ്ടത്. അതുകൂടി പറഞ്ഞ് നമുക്കിത് അവസാനിപ്പിക്കാം. പ്രധാനമായിട്ട് ഇത് ശാസ്ത്രീയ അവബോധം അല്ലെങ്കിൽ ശാസ്ത്രീയ മനോവൃത്തി എന്ന് പറയുന്ന ഒരു സംഗതി നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ്. അത് മനസ്സിലാക്കിയ വ്യക്തികൾ എന്നുള്ള രീതിയിൽ നമ്മളുടെ അടുത്ത ഘട്ടത്തിലേക്ക്, അടുത്ത തലമുറകളിലേക്ക് അത് നമ്മൾ കൈമാറാനുള്ള പണികൾ കൂടി നമ്മൾ എടുത്തു വെക്കുക എന്നുള്ളതാണ്. അതിൻ്റെ ഭാഗമാണ് ഇതെല്ലാം ഷൂട്ട് ചെയ്ത് യൂട്യൂബിൽ ഇടുന്നത് പോലും. നേരത്തെ നമ്മളുടെ കൊച്ചുകുട്ടി പറഞ്ഞ അതേ സംഗതി, ഇനിയുള്ള ആളുകൾ വ്യക്തികളോട് ചോദിച്ചിട്ടൊന്നുമല്ല വിവരങ്ങൾ അറിയാൻ ശ്രമിക്കുക. അവനൊരു സംശയം ഉണ്ടായാൽ അവൻ നേരെ ഗൂഗിളിൽ സെർച്ച് ചെയ്യാണ് ചെയ്യാൻ പോകുന്നത്. ആ സെർച്ച് ചെയ്യുന്ന സമയത്ത് ഹോമിയോപ്പതി സയൻസ് ആണോ ഒരു ക്വസ്റ്റ്യൻ മാർക്ക് ഇട്ടാൽ മതി, ഗൂഗിൾ കൊടുക്കും ഹോമിയോപ്പതി ഈസ് എ സ്യൂഡോ സയൻസ്. നമ്മളൊന്നും പഠിക്കാൻ പോകുന്ന സമയത്ത് അതില്ല. അങ്ങനെ സെർച്ച് ചെയ്യാനുള്ള ഗൂഗിളോ ഇൻ്റർനെറ്റോ ഇല്ലാത്തൊരു കാലമാണ്. അപ്പോൾ എങ്ങനെ നമ്മളത് കണ്ടെത്തുക? പക്ഷേ ഇന്നത്തെ കുട്ടികൾക്ക് അതിനുള്ള സംവിധാനങ്ങളുണ്ട്, അത് അവർ ഉപയോഗിക്കും. ഭാവിയിൽ അത് കൂടുതൽ ഉപയോഗിക്കും എന്നതാണ് നമ്മളുടെ കൂട്ടുകാരൻ നമുക്ക് പറഞ്ഞു തന്നത്. അതുകൊണ്ടാണ് അത് വളരെ വലിയ ഒരു സന്ദേശമാണ് എന്ന് നമ്മൾ പറയുന്നത്. അങ്ങനെ വിവരങ്ങൾ നമ്മൾ കണ്ടെത്തുന്നു. അതുപോലെ ഒബ്സർവേഷൻസിലൂടെ, എക്സ്പെരിമെൻസിലൂടെ നമ്മൾ കാര്യങ്ങൾ കണ്ടെത്താൻ ശ്രമിക്കുന്ന ആ സയൻറ്റിഫിക് മെത്തേഡ് എന്ന് പറയുന്നത് അത് കൂടുതൽ മനസ്സിലാക്കാൻ ശ്രമിക്കുക. തെളിവുകൾ എന്തിനാണോ ഉള്ളത് അത് നമ്മൾ സ്വീകരിക്കുക, തെളിവില്ലാത്തതിനെ തള്ളുക. അത് ആര് പറയുന്നു എന്നുള്ളതല്ല, പറയുന്നതിന് തെളിവുണ്ടോ, ഉണ്ടെങ്കിൽ അത് ഏത് കൊച്ചുകുട്ടി പറഞ്ഞാലും അത് എടുക്കണം എന്നുള്ളതാണ് ഇതിൽ നമ്മൾ കാണേണ്ടത്. ഇത്തരം ചില രീതികളിലൂടെ നമുക്ക് മുന്നോട്ട് പോയാൽ എവിഡൻസ്, തെളിവുകൾ നയിക്കട്ടെ എന്നാണ് നമ്മൾ എപ്പോഴും പറയാറ് പോലും. അത് തന്നെയായിരിക്കണം നമ്മളുടെ മുന്നോട്ടുള്ള ഒരു യാത്രയുടെ പ്രധാനപ്പെട്ട ഒരു ഇന്ധനം എന്ന് പറയുന്നത്. അതായത് സയൻറ്റിഫിക് മെത്തേഡ് എന്ന് പറയുന്ന സംഗതിയെക്കുറിച്ച് കൂടുതൽ അറിയാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. ഇതോടൊപ്പം കെട്ടുകഥകളാണ് ഈ മതങ്ങളുടെയും അതല്ലെങ്കിൽ ഇതുപോലെയുള്ള അന്ധവിശ്വാസങ്ങളുടെയും എല്ലാം പിന്നാമ്പുറത്തുള്ളത് എന്നും കൂടി നമ്മൾ തിരിച്ചറിയാൻ ശ്രമിക്കുക. അങ്ങനെ ഒരു സയൻസിനെ കൂട്ടുപിടിച്ചുകൊണ്ട്, കെട്ടുകഥകളെ ഒഴിവാക്കിക്കൊണ്ട്, പിന്തള്ളിക്കൊണ്ട്, പുറന്തള്ളിക്കൊണ്ട്, ഭക്തി അതല്ലെങ്കിൽ ആരാധന അതുപോലെയുള്ള സംഗതികളൊക്കെ മാറ്റിവെച്ച് വസ്തുതകളായിട്ട് തെരഞ്ഞു പിടിച്ച് കണ്ടെത്താൻ, തെളിവുകൾക്ക് പിന്നാലെ പോകാൻ ഉള്ള ഒരു ത്വര നമ്മൾ ഉണ്ടാക്കി വെച്ച് അതിൽ ശാസ്ത്രീയമാണ് എന്ന് നമുക്ക് ബോധ്യപ്പെട്ട സംഗതികൾ നമ്മൾ പൂർണ്ണമായി വിശ്വസിച്ചുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോവുക എന്നുള്ളതാണ് ഇതിനുള്ള ഒരു പോംവഴി. അതിന് നമുക്ക് കുട്ടികളിലൂടെയൊക്കെ തുടങ്ങി വെക്കാവുന്ന ഒരു കാര്യമാണ് ഒരു പ്രോപ്പർ പ്രൈമിംഗ് എന്ന് പറയും. ഏതുപോലെ നേരത്തെ കണ്ട ആ വീഡിയോയിൽ ആ ഒരു കൂട്ടം ആളുകളുടെ ഇടയിലേക്ക് ഒരു പെൺകുട്ടി വന്നിരിക്കുന്നു. ആ പെൺകുട്ടിയെ അവിടെ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് ആശയം കൊടുക്കുന്ന ഒരു രീതി നിങ്ങൾ കണ്ടുകാണ്. എല്ലാവരും എഴുന്നേറ്റ്. അപ്പോൾ ആ കുട്ടി ചോദിക്കുകയാണ്, എന്തിനാണ് ഉമ്മ നിങ്ങളിങ്ങനെ നിസ്കരിക്കണം, എന്തിനാണ് അച്ഛ കുറി വരയ്ക്കണമെന്ന് ചോദിക്കുമ്പോൾ കൊടുക്കുന്ന ഉത്തരം, ആ ഉത്തരം വളരെ ക്രൂഷ്യലാണ്. ആ കൊടുക്കുന്ന ഉത്തരം എല്ലാവരും ചെയ്യുന്നു അതുകൊണ്ട് ഞാനും ചെയ്യുന്നു എന്നുള്ളതല്ലല്ലോ നമ്മൾ കൊടുക്കുന്നത്. അതിന് പകരം എന്താണ്? ദൈവം നമ്മളില്ലെങ്കിൽ പൊരിക്കും, നമ്മളില്ലെങ്കിൽ അൽഫഹാം ഉണ്ടാക്കും. ഇത് പറഞ്ഞ് കുട്ടികളെ പേടിപ്പിക്കുകയാണ്. അത് റോങ് പ്രൈമിംഗ് ആണത്. കുട്ടികളുടെ ആ തുടക്കത്തിലുണ്ടാകുന്ന ചിന്തകൾ അത് നമ്മൾ സൂക്ഷിക്കണം. അത് നമ്മൾ ശരിയായ ദിശയിലുള്ളതല്ല കൊടുക്കുന്നത് എന്നുണ്ടെങ്കിൽ കുട്ടികൾ വളർന്ന് വലുതാവുമ്പോൾ ഇത് വലിയ പ്രശ്നത്തിലേക്ക് എത്തും. ആ കുട്ടികൾ വളർന്ന് വലുതായ ആളുകളാണല്ലോ നമ്മളും. അതുകൊണ്ട് നമുക്കറിയാമല്ലോ നമ്മളെയൊക്കെ എങ്ങനെയാണ് പേടിപ്പിച്ചിരുന്നത് എന്നുള്ളത്. പേടിപ്പിച്ചിട്ടായിരിക്കരുത് നമ്മളെ മുന്നോട്ട് വളർത്താൻ ശ്രമിക്കേണ്ടത്, നമ്മൾ കുട്ടികളെ വളർത്താൻ ശ്രമിക്കേണ്ടത്. പകരം എന്ത് ചിന്തിക്കണം എന്നുള്ളത് പറഞ്ഞു കൊടുക്കുന്നതിന് പകരം എങ്ങനെ ചിന്തിക്കണം, ഹൗ ടു തിങ്ക്, ഏത് വഴിയിലൂടെ നിങ്ങൾക്ക് ചിന്തിക്കാം, എങ്ങനെയൊക്കെ തെളിവുകൾ കണ്ടെത്താം, ഇതുപോലെയുള്ള മാർഗങ്ങളും വഴികളും പറഞ്ഞു കൊടുക്കുക എന്നുള്ളതാണ്. ഇത് നമ്മളൊരു കൂട്ടുകാരൻ അയച്ചു തന്ന ചിത്രമാണ്, നമ്മുടെ സുഹൃത്താണ്. അദ്ദേഹത്തിൻ്റെ കുട്ടിക്ക് വായിച്ചു കൊടുക്കുന്ന ആ കഥാപുസ്തകം ഉറങ്ങാൻ നേരത്ത് കോവിഡ് വൈറസിനെ കുറിച്ചാണ്. അപ്പോൾ യാഥാർത്ഥ്യമുള്ള കഥകൾ അല്ലെങ്കിൽ ഇതുപോലെയുള്ള നമുക്ക് ചുറ്റുവട്ടത്ത് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ കഴിയുന്ന സംഗതികളെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുമ്പോൾ കുട്ടികളിൽ കുറേ കൂടി യാഥാർത്ഥ്യബോധത്തോട് ചിന്തിക്കാനുള്ളൊരു കഴിവ് കുട്ടികൾക്ക് ഉണ്ടാവും എന്നുള്ളതാണ്. അതിന് പകരം പറക്കുന്ന പാമ്പും വായിൽ മാണിക്കക്കല്ല് വെച്ച് പറക്കുന്ന കഥകളൊക്കെ വെച്ചിട്ടാണ് നമ്മൾ പഠിക്കണമെന്നുണ്ടെങ്കിൽ കുട്ടികളും അത്തരം കാര്യങ്ങൾ വേറെ എവിടെയെങ്കിലും കേൾക്കുമ്പോൾ അതും വിശ്വസിക്കാനുള്ള ടെൻഡൻസിയാണ് അവർക്ക് ഉണ്ടാവുക. അത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു സംഗതിയാണ്. അപ്പോൾ കഴിയുന്നതും
റിയാലിറ്റി, നമ്മൾ യാഥാർത്ഥ്യമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന തരം സംഗതികളെക്കുറിച്ചുള്ള കഥകളാവട്ടെ നമ്മൾ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുന്നത് എന്നതാണ് പറയാനുള്ളത്. ഒരിക്കൽ കൂടി പറയുന്നു, എങ്ങനെ ചിന്തിക്കണം എന്നുള്ളതാണ് നമ്മൾ കുട്ടികളെ പഠിപ്പിക്കാൻ ശ്രമിക്കേണ്ടത്, അല്ലെങ്കിൽ അവർക്ക് എത്തിക്കാൻ ശ്രമിക്കേണ്ടത്. നിങ്ങൾ ഇന്നതൊക്കെ ചിന്തിക്കാവൂ, ഇന്നൊന്നും ചിന്തിക്കരുത്, ഇന്നതിനെക്കുറിച്ച് ചോദിക്കാൻ പാടില്ല എന്ന് പറയുന്ന രീതിയിലുള്ള അധ്യാപനം, ഇൻഡോക്ട്രിനേഷൻ എന്ന് പറയുന്നത്, ചോദ്യം ചോദിക്കുന്നത് വിലക്കിക്കൊണ്ടുള്ള തരം പഠനം, ചില കാര്യങ്ങൾ കുത്തിയിറക്കുന്ന പഠനം, അത് വളരെ അപകടമാണ്. അതുകൊണ്ടാണ് നമ്മൾ മദ്രസ വിദ്യ അല്ലെങ്കിൽ മത പാഠശാലകളെ നിരുത്സാഹപ്പെടുത്തണമെന്ന് പറയുന്നത്. അതുകൊണ്ടാണ് അവിടെ നടക്കുന്ന അധ്യാപനത്തിൻ്റെ പ്രധാനപ്പെട്ട രീതി എന്ന് പറയുന്നത് തിരിച്ച് ചോദ്യം ചോദിക്കണം, അങ്ങോട്ട് പറയണ കേട്ടാൽ മതി, ഇതാണ്. അത് വളരെ അപകടമാണ്. ഇൻഡോക്ട്രിനേഷൻ എന്നാണ് നമുക്ക് അതിന് ഒറ്റ വാക്കിൽ പറയാൻ കഴിയുക. ചോദ്യം പാടില്ല, ഞാൻ പറയും, ആശാൻ പറയും, അങ്ങോട്ട് കേട്ടോളാം എന്നുള്ളതാണ്. അത് വളരെ അപകടമാണ് എന്ന് നമ്മൾ തിരിച്ചറിയുക. ഏതായാലും വളരെ വൈകിയ വേളയിൽ ഇത്രയും കേട്ടിരിക്കാൻ കാണിച്ച ആ ഒരു ക്ഷമ ഞാൻ സമ്മതിക്കുന്നു. പിന്നെ ഇനിയും ഇതുപോലെയുള്ള ഒരുപാട് വിഷയങ്ങൾ ചർച്ച തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. വലിയ നമ്മളുടെ സ്വതന്ത്ര ചിന്തകരുടെയൊക്കെ ഒരു എന്താ പറയുക, ഒരു പൂരം എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ വിളിക്കാം. ഈ പറയുന്ന ഒക്ടോബർ 2 ഗാന്ധി ജയന്തി ദിനത്തിൽ കടവന്ത്ര എറണാകുളത്ത് വെച്ച് ലിറ്റ്മസ് 22 നടക്കുകയാണ്. കണ്ണൂർ ജില്ലയിൽ നിന്നൊരു മിനിമം ഒരു 2-3 വണ്ടി ആളെങ്കിലും ഇവിടുന്ന് പുറപ്പെടും എന്നാണ് എനിക്ക് തോന്നുന്നത്, ഈ ഇവിടുത്തെ ആളുടെ ഇതൊക്കെ കണ്ടിട്ട്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ പങ്കാളിത്തം അവിടെ ഉറപ്പാക്കണം. ഉണ്ടാവില്ലേ? യെസ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ കൂടുതൽ അറിയുന്നതിന് ഇവിടുത്തെ എസൻസിൻ്റെ തന്നെ ചില സുഹൃത്തുക്കൾ ഇവിടെ ഉണ്ട്, അവരായിട്ട് കോൺടാക്റ്റ് ചെയ്യുക. അതിൻ്റെ നമ്പറും കാര്യങ്ങളൊക്കെ പുറത്തുണ്ട്. തുടർന്നും ഇതുപോലെയുള്ള പരിപാടികൾ നിരന്തരം സംഘടിപ്പിച്ചുകൊണ്ടേയിരിക്കുക. ഇതുപോലെയുള്ള ഒരു കൊളാബറേറ്റീവ് എഫേർട്ട് ഇത് വളരെ വലുതാണ്. കൂടുതൽ ഇത്തരം സംഭവങ്ങൾ, ഇത്തരം ചർച്ചകളും ഇത്തരം സെമിനാറുകളൊക്കെ സംഘടിപ്പിച്ച് തന്നെയാണ് നമുക്ക് ആളുകളിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ കഴിയുള്ളൂ. അതിന് ലഭിക്കുന്ന എല്ലാ അവസരങ്ങളും നമ്മൾ ഉപയോഗിക്കുക. ഏതായാലും ഇത് തുടങ്ങുന്ന സമയത്ത് എനിക്ക് വലിയ ഒരു പേടി തന്നെയായിരുന്നു. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ എറണാകുളത്ത് വെച്ചൊരു ചെറിയ പരിപാടി നടത്തിയപ്പോൾ അത് വലിയൊരു തിരിച്ചടിയായിരുന്നു. അല്ലെങ്കിൽ ഒരു നമ്മൾ പ്രതീക്ഷിച്ച പോലെയല്ല അന്ന് അവിടെ സംഭവിച്ചത്. അതുകൊണ്ട് തന്നെ വലിയ ഭയത്തോടു കൂടിയാണ് അതിനോട് നമ്മൾ സമീപിച്ചത്. അപ്പോൾ ഇങ്ങനെ ഒരു പരിപാടി നടത്തുന്നു എന്ന് പറഞ്ഞപ്പോൾ ഒരാശങ്ക ഉണ്ടായിരുന്നു. പക്ഷേ ഇന്ന് അത് അസ്ഥാനത്താണെന്ന് മനസ്സിലാവുകയാണ്. അപ്പോൾ അതുകൊണ്ട് ഇതിൻ്റെ ഓർഗനൈസേഴ്സിന് ഒരു ബിഗ് സല്യൂട്ട്. ഓക്കെ, അപ്പോൾ എന്തായാലും ഇന്ന് നമുക്കിവിടെ ഇത് അവസാനിപ്പിക്കാം. കൂടുതൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഇനി ഇതുപോലെ മറ്റ് അവസരങ്ങൾ നമുക്ക് സംസാരിക്കാമെന്ന് കരുതുന്നു. ചോദ്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് ചോദിക്കാം, സമയമുണ്ടെങ്കിൽ ഉത്തരം പറയാം, ഇല്ലെങ്കിൽ നമുക്കിവിടെ പിരിയാം. താങ്ക് യു.